ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കേക്ക് ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. ഇത് നമുക്ക് മുനമ്പത്തേക്കാണ് ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് പോണ വഴിക്ക് നമുക്ക് വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. നമുക്ക് മുനമ്പത്താണ് കേക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ചെട്ടിക്കാട് മാലിങ്കര ആ റൂട്ടാണ്. അന്തോണിസുണ്യ വിശുദ്ധ അന്തോണിസുണ്യാളുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. രണ്ടുപേരും വഴക്കിടല്ലേ, ഒന്ന് കെട്ടിപ്പിടിച്ചേ, വഴക്കൊക്കെ മാറി. ആ ഗുഡ് ഗേൾ, ഗുഡ് ബോയ്. ഈ കാണുന്നതാണ് നമ്മൾ ചെട്ടിക്കാട് പള്ളിയിലേക്ക് പോണ വഴിയില്ല. കണ്ടാ അവിടെ നമ്മുടെ മാലിങ്കര പാലം. ഈ പാലത്തിന്റെ അവിടെ നിന്ന് നോക്കിയാല് നമ്മുടെ വീടിന്റെ അടുത്ത സൈഡ് കാണാൻ. തന്നെയാണോ എടോ, ഗേറ്റ് ഒന്ന് തുറക്കണ്ട കേട്ടോ. എന്റെ ഹെസാബി എന്തൊക്കെയാ കാണിക്കുന്നത്. ഇതിപ്പോ നമ്മ ചെറായി ബീച്ചിലേക്ക് പോണ റൂട്ടാണ് കേട്ടോ. ബീച്ച് റൂട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ഇത് ചെറിയ ഷോർട്ട് കട്ട് ആയിരുന്നു. ആ ഷോർട്ട് കട്ടിൽ കൂടി കയറിയാണ് നമ്മ പോണേണ്ട. നമ്മുടെ കാറ് കേറൂല, ഇല്ല. അയ്യോ നമ്മുടെ കാറിന് വേണ്ടി നമ്മളപ്പോൾ ഒരു പാലം അവിടെ കയറി, ഒരു പാലം ഇവിടെ കയറി, രണ്ട് പാലം കയറിട്ട. അങ്ങനെ ഇതാണ് നമ്മുടെ ബീച്ച് റോഡ്. അങ്ങനെ നമ്മള് കുറച്ചു നേരം നമുക്ക് ബീച്ചിൽ പോയി ഒന്ന് കാഴ്ചയൊക്കെ കണ്ട് പറവെടുക്കുക. നമുക്ക് മുളക് ബജി, മുട്ട ബജി ഒക്കെ കഴിക്കാം. മുളക് ബജി, മുട്ട ബജി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഈ നട്ടുച്ചക്കൊന്നും ചിലപ്പോ കിട്ടൂല. ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കട്ടെ. രണ്ട് സൈഡില് നല്ല അടിപൊളി റിസോർട്ടുകളൊക്കെ ഉണ്ട്. മറ്റേ സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത്, പ്രേതം സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇതാണത്. ആ ശരിയാണ്. നമ്മള് ന്യൂസിലൊക്കെ 2 ദിവസമായിട്ട് കാണുന്നുണ്ടായിരുന്നു. കുറച്ച് സ്ഥലത്തേക്ക് തിരുവനന്തപുരത്തും ആലപ്പുഴയിലൊക്കെ നമ്മുടെ കടലിൽ കയറിയിട്ട് പിന്നെ ഭയങ്കര തിരയും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ ന്യൂസിൽ കണ്ടായിരുന്നുണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇറക്കൊന്നുമില്ല, കാരണം നല്ല വെയിലായതുകൊണ്ട് ഇറങ്ങാനൊന്നും പറ്റൂല. എന്നാലും നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. കുറുമ്പെടുക്കല്ലേ എപ്പോഴും ആനക്കുടനെ പിച്ചണേ. കുറുമ്പെടുത്താ ഞാൻ വടി എടുക്കും. ഞാൻ അയ്യോ സോറി. അതെ വഞ്ചി. ഇതാണ് വഞ്ചി. വേട്ടന്റെ കടച്ചി. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോ ഒരു അക്വേറിയം സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടായിരുന്നു. അന്ന് കുറച്ച് തിരക്കായിരുന്നു, കയറാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ അത് അവിടെ ഓപ്പൺ ആണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് പിള്ളേരായിട്ടൊന്ന് കയറാന്ന് കരുതി. കാറ് നമുക്ക് നല്ല വിശാലമായ സ്ഥലമൊക്കെ ഉണ്ട്. ഇപ്പൊ തിരക്കൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോയിട്ട് വരാം. സൂക്ഷിച്ചിരിക്കും. ഇത് തരും. കാല് താഴ്ത്ത് വെള്ളത്തിലോട്ട് താത്ത്. നോട്ടം കണ്ടിട്ട് മീനിപ്പോ തന്നെ മറ്റേ ക്ഷയം പിടിച്ച് ചാവും. ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണത്. എന്റെ കണ്ടപ്പോ വേറൊരാൾക്ക് പുതിയായിട്ട് ചെരുപ്പൊക്കെ അവിടെ പോയിരിപ്പുണ്ട്. മീനാ കണ്ടിട്ടുണ്ടോ? കുറച്ചോളല്ലേ, റിലീസായിട്ടില്ല. എന്റെ കാലം വേണ്ടത്. ആ വന്നുണ്ട്. റിയാജി എന്താണ് എക്സ്പീരിയൻസ്? എന്താ ഇതാരാ പൈമ? അലിഗേറ്റർ അല്ലേ?
കൊള്ളാട്ടാ. ഇത് കൊറേ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പല കളറുള്ള മീനുകളാണ്. കണ്ട കണ്ട ഒരൈറ്റം കൂടെ ഉണ്ടെങ്കിൽ ഇനി തൃപ്തിയാവുള്ളൂ കേട്ടോ. എപ്പോഴാണല്ല ശരി. നല്ല വെയില്, നമുക്ക് കടപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. കുഞ്ഞേണ്ട അല്ല വെയില്. നമ്മൾ നേരെ പറൂര് പോവാണ്. അവിടെ പോയിട്ട് ചേട്ടന്റെ സിസ്റ്റർ നമുക്കൊന്ന് ശരിയാക്കാൻ കൊടുക്കണം. ലാഭമാണ് ഇത്രയും ക്വാണ്ടിറ്റിയില്ലേ. മുഖം നോക്കിയേ. സംഗതി 20 രൂപ ആണെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവസാനിപ്പിക്കുകയാണെന്നുള്ളത്